ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നത് മാമ്പഴ പുളിശ്ശേരി. 5-6 നാട്ടുമാങ്ങ കിട്ടി. അന്നേരം ഞാൻ ഓർത്തൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന്. എല്ലാവർക്കും ഇത് ചെയ്യാൻ അറിയാമെങ്കിലും ഞാനൊന്ന് ഉണ്ടാക്കിയപ്പോൾ ഒരു വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. അതിനൊരു 6 മാങ്ങ എടുത്ത് ഞാനത് പൊളിച്ച് എടുത്ത് പൊളിച്ച് ഒരു മൺകലം അടുപ്പത്ത് വെച്ചിട്ട്, മൺകലത്തിലാണ് ഉണ്ടാക്കുന്നത്, അതാ രുചി. മൺകലം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അതിട്ടിട്ട് 1 കപ്പ് വെള്ളവും ഒഴിച്ച് ഒരൽപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരൽപ്പം കരിയാപ്പില, ഒരു 4 പച്ചമുളക് കീറിയത്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് വേകാൻ വേണ്ടി അടച്ച് വെക്കും. ഒരു 10-15 മിനിറ്റിനുള്ളിൽ അത് വേകും. അത് വെന്തോന്ന് ഇതുപോലെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മാങ്ങ വെന്തതിന് ശേഷം അതിന് കുറച്ച് ഒരു മുറി തേങ്ങ, കുറച്ച് ചുമന്നുള്ളി, അല്പം ജീരകം എന്നിവ നല്ലപോലെ അരച്ച് അതും കൂടെ ചേർത്ത് ഇളക്കുക. അതൊന്ന് നല്ലപോലെ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരല്പം ഉലുവാപ്പൊടി ഇടുക. മാങ്ങ നല്ല മധുരം ഉള്ളതായതുകൊണ്ട് അതിലേക്ക് കുറച്ച് തൈര് കൂടെ ചേർക്കുക. പുളി അനുസരിച്ച് ചേർക്കണം നമ്മുടെ ആവശ്യത്തിന്. അതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അത് തീ കെടുത്തിയിട്ട് വേണം തൈര് ഒഴിക്കാൻ, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടിട്ട് അതിലേക്ക് ചെറുള്ളി അരിഞ്ഞത്, കടുക്, ഇച്ചിരി കരിയാപ്പില ഇട്ടിട്ട് കടുക് വറുത്ത് നല്ലപോലെ താളിച്ചതിൻ്റെ മണ്ടയിൽ ഒഴിച്ച് ഇളക്കി നമുക്കെടുത്ത് കഴിക്കാവുന്നതാണ്. സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി റെഡി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നല്ല ടേസ്റ്റിയാണ്. ഇത് അല്പം നല്ല ചൂട് ചോറെടുത്തിട്ട് അതിലേക്കൊന്ന് ഒഴിച്ച് ഒന്ന് കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.